സ്വപ്നയുടെ പിന്നാലെ പോവാണ്. വേണ്ട സ്വപ്ന എന്നെ തടയാൻ ധൈര്യമുണ്ടോ പോപ്പി എന്ന് ചോദിക്കണം നമ്മളുടെ ജോജിയുടെ സൂപ്പർ ഡയലോഗ്. അവിടാണ് നമ്മുടെ ജോജി സ്ഥിരമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണ സ്ലാബ്. ഇത് ചേട്ടനെ അകത്താക്കി നമുക്ക് എടുക്കാം. പാലസിന്റെ സീ പോയെന്നേ ഉള്ളൂ. ജോജീസ് പാലസ്. നമ്മുടെ മേട, അച്ഛന്റെ മേട, അങ്ങോട്ടാ പോണേ. ഹലോ, അപ്പൊ നമ്മുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ സണ്ണിച്ചേട്ടന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതേ അവിടെ നിന്ന് വണ്ടി കയറി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഒരുമിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ കുറച്ച് ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ലൊക്കേഷൻ വേറെ ഇടാണ്. ഞങ്ങള് ജോജി ലൊക്കേഷൻ. അതെ, അപ്പൊ ഇനി ഒന്നും കൂടെ എന്താ ശരിക്കും പറഞ്ഞാൽ പനച്ചിൽ കുട്ടപ്പനെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വീണ്ടും മൂവി കണ്ടുകൊണ്ട് ഞങ്ങൾ പോവാണ്. അവിടെ ലൊക്കേഷൻ എരുമേലി റൂട്ടില് കനകപ്പലം അല്ലെ, കനകപ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ചെറുവള്ളി എസ്റ്റേറ്റ്. അതാണ് നമ്മുടെ ജോജി മൂവി ഷൂട്ട് ചെയ്ത ആ ഒരു വീട്, അതിന്റെ ആ ഒരു ലൊക്കേഷൻ. അവിടെ തന്നെ ആണല്ലോ കഥ നടക്കുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവാട്ടോ. അത് നമുക്ക് വേഗം പോയി ജോജിയുടെ ആ ലൊക്കേഷനെ കണ്ടുവരാം. ജോജി മൂവി ആമസോണിൽ കാണാത്തവരൊക്കെ കണ്ടു. അടിപൊളി മൂവിയാണ്. അടിപൊളി മൂവി എന്ന് വെച്ചാൽ നമ്മളുടെ സ്ട്രൈക്ക് ചെയ്യുന്നത് നമ്മുടെ പനച്ചിൽ കുട്ടപ്പനാണ്. കൊള്ളാം. പോവാല്ലേ? പോവാണല്ലോ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളിതേ മുണ്ടക്കയം, ചങ്ങനാശ്ശേരി മുണ്ടക്കയം, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുന്ന സ്വപ്നയുടെ പിന്നാലെ പോവാണ്. വേണ്ട സ്വപ്ന അങ്ങനെ നമ്മള് ചെറുവള്ളി എസ്റ്റേറ്റിലേക്ക് എത്തിയല്ലേ. ഞങ്ങളതേ നമ്മള് ചെറുവള്ളി എസ്റ്റേറ്റിലേക്കുള്ള റോഡിലേക്ക് എത്തി. ഇതാണ് ഒരു കട ചോദിച്ചപ്പോ ഇതാണ് റോഡെന്നാ പറഞ്ഞു കേട്ടോ. ഈ വഴി കൂടി ഇങ്ങനെ വണ്ടി പോണ സീനൊക്കെ കാണിക്കണ്ടല്ലേ. ഈസി എന്ന് പറയുന്ന എന്തോ ഒരു കൊറിയർ സർവീസ്, അതിന്റെ പോയി ഒരു ഗണ്ണ് കഥ പറയണ്ട. ഒരു കൊറിയറിന്റെ പോയി വരുമ്പോ ഈ ഒരു വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് രസമാണ് അതിന്റെ ഡ്രോണിന്റെ ആ ഒരു സീൻ കാണാനായിട്ട്. ശരിക്കും ഉണ്ടല്ലോ ഈ എസ്റ്റേറ്റിന്റെ അങ്ങോട്ട് കേറുമ്പോ വിചാരിക്കൂല കേട്ടോ ഇത്രക്ക് ഭംഗിയുള്ള ഒരു വഴി ഇങ്ങനെ മുമ്പിൽ കിടക്കണ്ടെന്ന്. ഞങ്ങള് വിചാരിച്ചത് മൂവിയിലത് വേറെ എവിടെയോ എടുത്താണെന്നാണ് അല്ലേ. പക്ഷെ ഇവിടെ തന്നെ എടുത്താണത്. സൂപ്പറാണ്. നല്ല ഭംഗിയുള്ള വഴി. എന്തായാലും ഒരു ഇത് എങ്ങനെ കണ്ടുപിടിച്ചല്ലേ? കണ്ടുപിടിക്കാനാണ് പാടല്ലേ സിനിമക്കാര്. വാവ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെൽക്കം. ഇതാണ് വഴി. ഇവിടെ മണ്ണിട്ട വഴി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ നമ്മൾക്ക് വഴി കണ്ടില്ല. നമ്മൾ ആദ്യം വരുമ്പോ ഇങ്ങനെ കാണൂല. ഇതേ വഴി കാണിച്ചു തരാം. ഈ മണ്ണിട്ട വഴി കൂടെ വേണം നമ്മൾക്ക് പോവാൻ. ഓഫ് റോഡ് പോവാം. അവിടെ ഒരു വീടുണ്ടല്ലോ, അത് നോക്കാം. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് ആയിരിക്കും. കാണാൻ അങ്ങനെ ഒരു മതില് കാണുന്നുണ്ട്. ഈ ഗേറ്റ് കണ്ടിട്ടില്ല. ഈ ഗേറ്റ് അല്ല, അവിടത്തെ എനിക്ക് അങ്ങനെ കാണുമ്പോ അവിടത്തെ ആ ഗേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അവിടെ വരെ പോയി നോക്കിട്ട് വരാം. ഇല്ലെങ്കിൽ ആ ചേട്ടനെ വിളിക്കാം. കണ്ടോ, അതല്ലേ വീട്? അതാണ് വീട്. ജോജി ഷൂട്ട് ചെയ്ത വീടിന്റെ അങ്ങോട്ടേക്ക് കേറി ആ പയ്യൻ ഇതിലേ വന്നിറങ്ങി ഇങ്ങനെ നിക്കുന്നതൊക്കെയല്ലേ കാണിക്കുന്നത്. ഇതാണ് വീട്. പിന്നെ ഇതാണ് വീട്. അതല്ല, ഇതാ വീട്. വരുന്നതും ഇതാണ് വീട്. വിളിച്ചായിരുന്നോ? ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഇവിടുത്തെ ആൾക്ക് കുവൈറ്റിലാണ്. നമ്മളങ്ങനെ ഈ വീടൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ എത്തി. ഇവിടുത്തെ നമ്മുടെ ഒരു ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ചേട്ടന്റെ പേര് പറഞ്ഞു ചേട്ടാ? എന്റെ പേര് ഐസക്. ചേട്ടൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനുണ്ട്, എന്റെ വൈഫുണ്ട്, എന്റെ മോനുണ്ട്. മൂവിയില് ഇതിനകത്തുണ്ട്, സിനിമയ്ക്കകത്തുണ്ട്. അതെയോ?
പിന്നെ അതിനകത്ത് ആ കുളത്തിനകത്ത് പുള്ളി പൊക്കുമ്പോ അതിനകത്ത് ഉണ്ടായിരുന്നു ഏട്ടൻ. അതിനകത്ത് ഞാനുണ്ട്. പിന്നെ കുട്ടപ്പച്ചാടിന്റെ ശവത്തിന് ദുഃഖത്തിന്റെ പോലെ പാട്ട് പാടുന്നുണ്ട്. അതെ. പിന്നെ ഉണ്ണിമാരുടെ അടുത്ത് നിന്ന് വാഷ് ചെയ്യാൻ ചോദിക്കുന്നത് അതിന്റെ ഭാര്യയാണ്. അതായത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ വാഷ് ഭാഷ ആദ്യം ചോദിക്കുന്നത് അതിന്റെ ഭാര്യ. ആശിഷ് എന്ന് തന്നെയാണ് പേര്. ആണോ? ഇത് ആശിഷ്. നമസ്കാരം, ഞാനൊരു ബ്ലോഗറാണ്. ഞാൻ ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞു. ശേഷമാണ് നമുക്കൊരു ഭീഷണിയാകരുത്. ഭീഷണിയാകും. ഓ ശരി ശരി. നിങ്ങൾ ഫേസ്ബുക്ക് അല്ലേ? പേര് ആശിഷ്. ഓക്കെ, ഇതാണല്ലേ അടുക്കള. ഇവിടെ നിന്നാണ്. ഓക്കെ, ഫഹദ് കഞ്ഞി കുടിക്കുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് കുടിക്കുന്നത്. നമ്മുടെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? ഫഹദിന്റെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? ജോജി. ജോജി. കിളിപോയി. ലൊക്കേഷൻ കണ്ടാ കിളിപോയി. നമ്മുടെ ജോജി സ്ഥിരമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണ സ്ലാബ്. നിനക്കൊക്കെ ജോജി, നിനക്കൊക്കെ നിന്റെ ജീവിതത്തിന്റെ നല്ല കാലത്ത് ഈ സ്ലാബിൽ നിന്ന് തിന്നാനാടാ വിധി എന്ന് പറഞ്ഞില്ലേ ഇവിടെ പറയുന്നത്. ഇവിടെ നിന്നാണ്, അല്ലെ? ബിൻസിമോള് പറയണത് ഇവിടെ നിന്നാണ് പറയുന്നത്. ഈ ഒരു ഇവിടെ ഫഹദ് നിൽക്കുമ്പോഴാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് പറയുന്നത് അല്ലേ? അതെ, ഇവിടെ ഇങ്ങനെ ചാരി വന്ന് നിങ്ങൾ നിൽക്കും പുള്ളിക്കാരി അല്ലേ? അതെ, മുഴുവൻ കഥയൊന്നും പറഞ്ഞു തരൂല. അതെ, എല്ലാരും മൂവി കാണുക. ഇത് കണ്ടിട്ട് ഒന്നുകൂടി മൂവി കണ്ടിട്ട് വന്നിട്ട് നമ്മുടെ ജോജി, നിന്റെ അടുത്തിരിക്കുന്നതാണ് ഫ്രിഡ്ജ്. അതിങ്ങനെ തുറന്നാൽ അതിനകത്ത് നിറച്ച് വെള്ളം. ഇപ്പൊ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടോ? വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിനടുത്ത് കുടിച്ചാ മതി എന്ന് പറഞ്ഞ ഫ്രിഡ്ജ്. കൊള്ളാം. ചേട്ടനെ അകത്താക്കി നമുക്ക് എടുക്കാം. പാലസിന്റെ സീ പോയെന്നേ ഉള്ളൂ. ജോജീസ് പാലസ്. പാവം ജോജി. ജോജിയുടെ മുറി അല്ലേ? ഇവിടെ ആയിരുന്നു ജോജി അല്ലേ? കട്ടിലൊക്കെ മാറി. ഈ കട്ടില് ജോജി പൊക്കം വെച്ചതാണ്. പൊക്കം വെച്ചത്. ഇതാണോ ഉപയോഗിച്ചിരുന്നത്? ഇതാണ് ഉപയോഗിച്ചിരുന്നത്. ഈ കട്ടിലാണോ യൂസ് ചെയ്തത്? ഈ കട്ടിലില്ലായിരുന്നു. ഇതൊക്കെ പെട്ടാ ഇവിടെയാണ് കിടക്കുമ്പം മറ്റേ നെഞ്ചത്തോന്ന് തള്ളുന്നത്. ഈ കട്ടിലിട്ടാണ് നമ്മുടെ സണ്ണിച്ചേട്ടൻ. ഞങ്ങള് സണ്ണിച്ചേട്ടനെ കാണാൻ പോയിട്ടോ കേട്ടാ. സണ്ണിച്ചേട്ടനെ കണ്ടിട്ട് വരാം. അപ്പൊ ഈ കട്ടിലിട്ടാണ് ആ പാവത്തിന്. കാണാത്തൊരു വീഡിയോ ജോജി ആ ജനല് കട്ട് ചെയ്തായിരുന്നു. പിടിപ്പിച്ചു. രാത്രി വന്ന് കേറുന്ന ഇതിന്റെ ജനലിൽ കൂടെ വന്ന് കേറുന്നത്. ഈ ജനലിൽ കൂടെ ആണല്ലേ? അപ്പൊ ഇതായിരുന്നു ജോജിയുടെ പാലസ്. ഇവിടെ തന്നെ ഇരുന്ന ഇവിടെ ഇരുന്നല്ല അവര് ഫുഡ് കഴിക്കുന്നത്. അല്ല, ചർച്ച മീറ്റിംഗ് ഒക്കെ ഇവിടെ നിന്നല്ലേ? ഇതൊക്കെ ശരിക്കും കാണാം അല്ലെ? ഈ ഒരു പടിയും ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ, ക്ലൈമാക്സ് സീനില് ഇറങ്ങി വരുന്നതായിരിക്കും. അതെ, ഇവിടെ നിന്നാണോ? അതെ അതെ, എല്ലാ മുറിയും ഷൂട്ടുണ്ട്. ഈ ടീപ്പോയ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഈ ടീപ്പോ വേറെ ഈ ടീപ്പോ ഇതായിരുന്നു. വേറെ ടീപ്പോയായിരുന്നു. ഈ സാധനം ഇതായിരുന്നു. അതിന്റെ മണ്ടായി ഗ്ലാസ് ആയിരുന്നു. അത് ഇതായിരുന്നു. ആ ഗ്ലാസ് ആണ് ഇതിന്റെ മണ്ട വെച്ചേക്കുന്നത്. ഈ വീട്ടിലുള്ളതാണ് കേട്ടോ. ഇത് ഇതിനകത്ത് വീട്ടിലുള്ളതാണ്. ഈ വീട്ടിലുള്ളതാണ്. നല്ല സൂപ്പർ വീടാണ് കേട്ടോ ഇത്. മുഴുവൻ കരിങ്കല്ലാണ്. മുഴുവൻ കരിങ്കല്ലാണ്. നല്ല തണുപ്പാണ് ഈ വീട്. ഇങ്ങനെ വന്ന് കേറുമ്പോ നല്ല ഒരു ശല്യമുള്ളത്. ഈ മൂപ്പിളി വണ്ടി, കറുത്ത വണ്ടില്ലേ, അത് ഈ കണ്ടോ ഒരു 2 മാസം ഉണ്ടാവും. അത് ഈ റബ്ബറുള്ളതുകൊണ്ട്. അതിന് വേറെ ഏതൊക്കെ ഇതെല്ലാവരും പിടിപ്പിച്ചാണ്. പ്ലൈവുഡിലെ സെറ്റ് അത് അവര് ഇവിടെ വെച്ചു പോയതാണ്. ഇതെല്ലാം അവരെ കൊണ്ടുവന്ന ഈ ബൈബിളെല്ലാം വെച്ചിട്ട് പോയത്. യാക്കോക്കാരുടെ വീടല്ലേ? അതെ അതെ അതെ, അങ്ങനെയാണല്ലോ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ, നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു ഇത് കൊടുക്കുന്നുണ്ടല്ലോ ആൾക്ക്, അതെവിടെ വെച്ചാ? അപ്പന്റെ മുറിയായിട്ട് ഈ സ്റ്റെയറിലൂടെ പല പ്രാവശ്യം
പ്രാവശ്യം കാല് ഇറങ്ങുന്നതും ഇങ്ങനെ ഓടുന്നതും ഒക്കെ ആയിട്ട് കുറേ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന്റെ സീൻ തുടങ്ങുമ്പോഴും സിനിമ അവസാനിക്കുമ്പോഴൊക്കെ ഈ ഒരു പോർഷൻ അതിനകത്ത് വരുന്നുണ്ട്. നല്ല ഒരു ഭാഗമാണ് ആ മൂവിയുടെ. നല്ല നല്ല രസമുള്ള ഒരു കാണുമ്പോൾ നമുക്കത് ആ മൂവി കണ്ടിട്ട് കാണുമ്പോഴേ അങ്ങനെ കാണണം. പിന്നെന്താ ഇവിടെ വന്നിട്ടുള്ള അവരുടെ ഒരു സംസാരവും ഒക്കെ ഉണ്ട്. ലിക്കറലമാരെ ഇവിടെ മാറ്റുക. ഒരു ലിക്കറലമാരെ ഒരു ലിക്കറലമാരുണ്ടാവും മൂവിയില്. അവിടെ ഒരു ലിക്കറലമാരുണ്ടായിരുന്നു. ഇവിടെ ആണല്ലേ? ആണല്ലേ? അപ്പൊ ഇതായിരുന്നു ഇതാണ് നമ്മുടെ പനച്ചൽ കുട്ടപ്പന്റെ സണ്ണിച്ചേട്ടന്റെ മുറി. നമ്മുടെ സണ്ണിച്ചേട്ടന്റെ പനച്ചൽ കുട്ടപ്പന്റെ മുറിയായിട്ട് പനച്ചൽ കുട്ടപ്പൻ കുട്ടപ്പൻ സിനിമയിലെ കഥാപാത്രം. പനച്ചൽ കുട്ടപ്പന്റെ മുറിയായിരുന്നത്. ഇവിടുത്തെ ലിക്കറലമാണ് കേട്ടോ. അതൊക്കെ ഒരു കഥാപാത്രമാണ്. ആ സീനൊക്കെ നിങ്ങൾ സിനിമ കാണണം പോയി. പിന്നെ ഇവിടെ എങ്ങനെ കൊണ്ടുവന്നിട്ടില്ലേ വെയില് കൊള്ളിക്കാൻ? ഇവിടാണ് കൊണ്ട് പുള്ളി പുറത്ത് കാറ്റ് കൊള്ളാനും വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് പുള്ളിനെ ഇരുത്തുന്ന ഒരു സ്ഥലമൊക്കെയാണ്. ഒരു വീൽ ചെയറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഫഹദ് അവിടെ ഇവിടെ ഒന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അപ്പൊ ആരാടെ അവിടെയെന്ന് ചോദിക്കുമ്പോ അവിടുത്തെ പ്രജകളുടെ ഒരുവനാണേ എന്ന് പറഞ്ഞൊരു ഡയലോഗൊക്കെ പറഞ്ഞു പോരുന്നുണ്ട് ആള്. ഇതുണ്ടോ ഇവിടെ നിന്നിട്ടാണ് പറഞ്ഞില്ലേ ഒരു കൊറിയകാർക്ക് ഇങ്ങോട്ട് വരുന്നൊരു സീനുണ്ടെന്ന്. അപ്പൊ നമ്മുടെ ആ ഒരു പയ്യനുണ്ട് അതിനകത്ത് പോപ്പി. നമ്മൾ ഇന്നലെ കണ്ട സിനിമയാണ്. അതുകൊണ്ട് ക്യാരക്ടേഴ്സിന്റെ പേര് എന്നെ തടുക്കാൻ പറ്റുമോ എനിക്ക് പോപ്പി? എന്നെ തടുക്കാൻ പറ്റുമോ നമുക്ക് പോപ്പിയൊക്കെ ഉണ്ട്. പോയി കാണുന്ന മൂവിയാണ്. അപ്പൊ ഇവിടെ നിന്നിട്ട് ആ കൊച്ചി ഇങ്ങനെ നോക്കുന്നൊരു സീനുണ്ട്. ആദ്യമായിട്ടാണ് ഈ തലേ ദിവസം മൂവി കണ്ടിട്ട് ഇന്ന് വന്ന് ലൊക്കേഷൻ ചെയ്യണത്. പിന്നെ മണ്ടേന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മണ്ട എടുക്കാൻ ലോങ് വ്യൂ ആയിരിക്കും. അപ്പൊ ഇത് പഴയ വീടായിട്ട് ചെളി പിടിച്ച് ആക്കിയത് അവര്. പിന്നെ പെയിന്റ് ചെയ്തത് അവര് തന്നെ എല്ലാം പെയിന്റ് ചെയ്തു. അതായത് പുള്ളി പറയുന്നത് AC റൂം ഫിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോ എനിക്കൊരു ഫാൻ്റെ സൗണ്ട് കൂടെ AC ഈ മുറിയാണല്ലേ? അത് പറയുന്നുണ്ടല്ലോ ഒരു ഫാൻ്റെ എനിക്കൊരു AC റൂം വേണം. ഭയങ്കര സ്വരാണ് AC വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അപ്പൊ അത് ഈ മുറിയാണ്. ആ സൈൻ ചെയ്യിക്കുന്നൊക്കെ ഈ റൂമിലാണ്. ഈ മുറിയിലാണ് സൈൻ ചെയ്യുന്നല്ലേ? അതായത് മറ്റേ സൈൻ ചെയ്യാനായിട്ട് സൂപ്പർ വീടാണ്. അതായത് നമ്മുടെ പോപ്പി ഇങ്ങനെ പേടിച്ച കണ്ണുകളോടെ നോക്കുമ്പോ ഇങ്ങനെ ഫസ്റ്റ് സീനിൽ ഇങ്ങനെ തൂങ്ങുന്നുണ്ട് നമ്മുടെ പനച്ചൽ കുട്ടപ്പൻ. ആ ഒരു സ്ഥലം ഇതാണ്. ഇവിടെയാണ് ഇതാണ്. ഞാൻ നമ്മുടെ സണ്ണിച്ചേട്ടന്റെ വീഡിയോ എടുക്കാൻ പോയപ്പോഴേ അവിടെ ജിമ്മിൽ പോയേ അവിടെ സാധനത്തിൽ തൂങ്ങാൻ നോക്കിയിട്ട് നടന്നില്ല. ഇതാണ് ആ സാധനം. നല്ല വെയിറ്റ് ഉണ്ടല്ലേ? ഇവിടുത്തെ നല്ല വണ്ണമാണ്. ഇത് കിട്ടി നോക്കി ജിം എടുക്കാറ്. വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടില്ലല്ലേ? പഴയത് ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ അറേഞ്ച് ചെയ്തിട്ടില്ലല്ലേ? ഇല്ല താഴെക്കണ ഇതെല്ലാം താഴെ സാധനം. പിന്നെ അവിടെ ഇടയില്ലേ? ഇവിടെ വെച്ചാണ് എന്നെ തടയാൻ ധൈര്യമുണ്ടോ പോപ്പിന്ന് ചോദിക്കണം നമ്മളുടെ ജോജിയുടെ സൂപ്പർ ഡയലോഗ്. അവിടെയാണ് ഇവിടെ നിന്നിട്ട് ഫോൺ ചെയ്യണ സീനൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ആംബുലൻസ് വന്ന് നിൽക്കുന്നൊക്കെ ഇവിടെയാണ് ഇറക്കുന്നതും ഇതൊക്കെ ഈ ഒരു ഇനി നമുക്ക് മീൻ വെട്ടണ ഇതിനകത്ത് ഒരു മീൻ വെട്ടണ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുളം ഉണ്ട്. കുളം ഇതിനകത്തൊരു താരമാണ്. അതൊക്കെ കാണാൻ പോവാം. ജോജിയുടെ സ്ലാബ് ബിൻസിയുടെ അടുക്കള. ഇതില് നമ്മുടെ പോപ്പി നടന്നു പോണതൊക്കെ ആദ്യം ബിൻസി അവിടെ നിന്ന് എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോ അവനിങ്ങനെ ആ ഗണ്ണ് വാങ്ങിക്കാൻ വേണ്ടി നടന്നു പോണതൊക്കെ ഇല്ലായിരുന്നു. മീൻ വെട്ടാനേ നമ്മുടെ ചേട്ടന്റെ ഭാര്യയാണ് ഉണ്ണിമായനെ പഠിപ്പിച്ചത്. അത് ബിൻസി. ഇവിടെ നല്ല മീൻ വെട്ടാൻ. ഓ ഇവിടെ
അങ്ങനെ നല്ല ഇതിലും വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം നല്ല ഒഴുകുന്നുണ്ടായിരുന്നു, വെള്ളം കുറഞ്ഞാൽ ഇവിടെ എന്ത് രസമാണ് കാണാൻ. ഇവിടെ കുളിക്കുക കേട്ടാ. ഇപ്പം വെള്ളം കുറഞ്ഞോണ്ടാ. ഇവിടെ ഞങ്ങൾ കുളത്തിൽ വന്ന് ഇവിടെ ആണല്ലേ? ഇവിടെ എല്ലാം വെള്ളം കയറും. ആണോ? അയ്യോ എന്ത് രസമാണ്. എനിക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ കാല് പിന്നെ നനച്ചുകൊണ്ട് ചെരുപ്പിടട്ടോ. ഷൂവായിരുന്നു. ഓ ഇവിടെയാണ് ആ മീൻ വെട്ടിയ സ്ഥലമൊക്കെ. എന്ത് രസം, നല്ല കാറ്റും. കുളം ഉണ്ടിട്ട് ഇവിടെ ഒരു കുളം ഉണ്ട്. അത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉണ്ടാക്കിയ കുളമാണെന്ന് കേട്ടിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടായിരുന്ന കുളമാണെന്നാണ്. അപ്പൊ ആ കുളം കാണാൻ പോവാം. അത് ഇതിനകത്തൊരു കാരാണ്. ചിൽമിപ്പുളി വീട്ടിലുണ്ടേട്ടാ. ആ വീട്ടിലേ ഞങ്ങൾക്ക് ഒരു ചിലുമ്പിപ്പുളി മരം ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഉപ്പിലിടും. വെള്ളപ്പം നിറച്ചു അതിനകത്ത്. വെള്ളം പിന്നെ നിറച്ചു താഴ്ന്നു പോയിരുന്നു. അവിടെ വരെ വെള്ളം നിറച്ചു. അപ്പൊ ഇപ്പൊ കുടിച്ചപ്പോ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇത് ഉറവ് വെള്ളം അല്ലേ? അതായത് മോട്ടോർ വെച്ച് അടിച്ച് പരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കുന്ന ഉറവുകളാണ് ഇപ്പൊ ഈ അവിടെ പാറ പൊട്ടിച്ച പാറ അവിടെ താത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളം വരും. ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇത്ര ആഴം ഉണ്ടായിരുന്നില്ല കുളത്തിന്. തോന്നത്തില്ല. അല്ല ഇപ്പൊ ഇത് പണ്ട് ഇത് കെട്ടിയോണ്ടാ, അതുകൊണ്ട് അങ്ങനെ അത്ര ഹൈറ്റ് തോന്നുന്നേ. ഒന്നും പന്നിയൊന്നും ചാടാതിരിക്കാൻ വേണ്ടി കെട്ടിയതാ. പിന്നെ ഒറ്റപ്പെട്ട സ്ഥലമല്ലേ, വേലൊന്നും. ഈ കുളത്തിൽ കുറച്ച് സുപ്രധാന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്നാണ് അത് പറയുന്നില്ല, നമുക്ക് അത് പറയുന്നില്ല. കഥ പറഞ്ഞിട്ട് കാണിച്ചായി. അതെ, അതൊക്കെ പറയുമ്പോ ആൾക്കാർ കാണുമല്ലോ. അതെ, അത് ഈ കുളത്തിൽ കുറച്ച് സുപ്രധാന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും കാണുക. അത് കാണുമ്പോ ഓർക്കണം അല്ലേ, നമ്മളിതൊക്കെ കാണിച്ചു തന്നു എന്നുള്ളത്. ക്ലൈമാക്സുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതെ അതെ അതെ, എല്ലാമായിട്ടും ബന്ധമുള്ള ഒരു കുളമാണിത്. ഇതൊരു ഉണ്ടാക്കിയതാണ്, ഈ മൂവിക്ക് വേണ്ടി അവർ ചെയ്തതാണ്. ഇവിടുത്തെ മണ്ണിട്ട റോഡൊക്കെ റെഡിയാക്കിയല്ലേ ഏട്ടാ? അവിടെ ഉണ്ടല്ലേ? കുട്ടപ്പൻ ചേട്ടനുമായിട്ടും ജോജിയുമായിട്ടും അഭേദ്യമായ ബന്ധമുള്ള കുളമാണിത്. അതെ, ബാബുരാജ്. ആ സ്ഥലം എവിടെയാ? അതിനകത്ത് ബാബുരാജിന് വെടികൊള്ളുന്ന ഒരു സ്ഥലമില്ലേ? എടാ ഒന്ന് ഇറങ്ങാലോ. അവിടെ ഇറങ്ങിയിട്ട് കേറാൻ പാടായിരിക്കും നമ്മള്. കുഴപ്പമില്ല, ഇറങ്ങുന്നത് കുഴപ്പമില്ല. അല്ല ഇറങ്ങാൻ പോണോ? അവിടെ ഷൂട്ട് ചെയ്യാൻ ഇരുന്ന പോലെ ഷൂട്ട് ചെയ്യാൻ. കുട്ടപ്പൻ ചേട്ടൻ അങ്ങ് കയറാമല്ലോ. പറ്റുവോ? ഒരാളിവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുന്നില്ല കേട്ടോ, കുട്ടപ്പൻ ചേട്ടനെ പോലെ ഞാനൊന്നും ഇറങ്ങുന്നില്ല ഇങ്ങോട്ട്. ഇവിടെയാണ് അല്ലേ? അത് വെച്ചാൽ അവിടെ കാണിക്കാം. അതല്ലേ? വേണ്ട വേണ്ട, ചിത്രം കണ്ടാ മതി. ഇല്ല, കേറാടി. ഇതേ ഇവിടെ ഇറങ്ങിയാ മതി. ഇല്ല കുഴപ്പമില്ല. ഇങ്ങനെ അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ ശരിക്കും വെള്ളം ഉള്ളപ്പം ആ ഒരു ഫീൽ കിട്ടും. ഇവിടെ നിന്ന് കറക്റ്റ് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് മോളിൽ നിന്നല്ല ഷൂട്ട് ചെയ്തേട്ടാ? അവിടെ നിന്നല്ല ഷൂട്ട് ചെയ്തേ? ഏതാ മറ്റേ ഇത് താഴ്ന്നത്? ഓക്കെ, ഈ കുഴിയാണല്ലേ അത്? നമ്മളെ ആ സിനിമയിലെ ഒരു അച്ഛൻ്റെ പാഴ്സനേജ് കാണിക്കുന്നുണ്ട്. പാഴ്സനേജ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ എറണാകുളത്തുള്ളവർക്ക് അറിയാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഈ യാക്കൂബായ അവർക്കറിയാൻ പറ്റുള്ളൂ, മാർത്തമ്മക്കാർക്കൊക്കെ. നമ്മുടെ മേട, അച്ഛൻ്റെ മേട, അങ്ങോട്ടാ പോണേ. അവിടുത്തെ ആൻറ്റി ഈ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ലൗലിക്ക എന്ന് പറയുന്നത്. ലോലിക്ക അതാണല്ലേ അത്? ആണോ? അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ ഞങ്ങൾ വന്നിട്ട് കാണാത്തൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ നടന്ന് അച്ഛൻ്റെ പാഴ്സനേജിലെത്തി. ബാബുരാജും അതായത് കുട്ടമ്പഞ്ചേട്ടൻ്റെ മക്കൾ ഇവിടെ വന്നിട്ടാണ് അച്ഛനെ കാണുന്നത്, വിളിക്കാൻ വന്നേക്കണത് അല്ലേ? ഇതാണ് അച്ഛൻ്റെ പാഴ്സനേജ്. ഇതിലൂടെ അവർ കയറുന്നതും അച്ഛനോട് സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് കയറാൻ പറ്റില്ല, കാരണം സേലത്തേക്ക് പോയേക്കാണ്.
ഈ സ്റ്റെപ്പിലൂടെ കയറി വരുന്നതൊക്കെ ഉണ്ട്. ആ അതെ ഉണ്ട്. ഇവിടെ നിന്ന് കയറി വരുന്നുണ്ടല്ലോ ഏട്ടാ. ഞാൻ കഥക്കെ പിന്നെ ഇതിന്റെ ഇന്റീരിയർ ഉണ്ട് ഉള്ളില്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ഇതിന്റെ കായത് ആണോ? ഈ മരം വരുമോ? ഈ മരം ഞങ്ങളുടെ നാട്ടിൽ വരുമോന്നാവോ? പിന്നെ അന്ന് ഇത് കൊണ്ടുപോകാം. കുറച്ച് പറക്കി എടുത്തോണ്ട് എന്ത് മരമാണെന്നാ ഇത്? മരത്തിൽ ആ ഈ മരം അല്ലേ, ഈ പുളീന്റെ എല്ലാം വലിക്കുന്നത്. നല്ല രസമല്ലേ? നല്ല രസമാണ്. തണുപ്പുണ്ട്. പിന്നെ 2 തവണ ആംബുലൻസ് വരുന്നതൊക്കെ കാണിക്കുന്നത് ആ ഗേറ്റ് വഴി ഇങ്ങനെ കയറി വരുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു ഇടിവിട്ട് സീനുണ്ട്, പടക്കം പൊട്ടൊരു സീൻ. അത് പറയണ്ട. അപ്പൊ അതിവിടെയാണല്ലേ പടക്കം പൊട്ടുന്ന? പടക്കം പൊട്ടുന്ന എവിടെയാ? മൂവി കണ്ടു കഴിഞ്ഞാലാണ് എന്താ ഞാനീ പറയണതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ശ്യാംപുഷ്കറിനോടും നമ്മുടെ ദിലീഷ് പോത്തൻ സാറിനോടൊക്കെ പറയാം. ഞാൻ നന്നായിട്ട് പ്രൊമോ ചെയ്തിട്ടുണ്ട്, ലൊക്കേഷൻ പ്രൊമോ ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ടോ. അതന്നെ വിജയ് ദിലീഷ് നമ്പർ എൻ്റെ ഉണ്ട്, എന്നെ വിളിക്കും. ദിലീഷ് പോത്തൻ്റെ സെക്രട്ടറി. അതെയോ? ലൊക്കേഷൻ വീഡിയോ എടുക്കാൻ വന്നാണ്. അവസാനം നോക്ക്, ഒരു കിറ്റ് മാങ്ങ, പനീർ ചാമ്പക്ക തിന്നാണ്, ചക്കയൊക്കെ പറിച്ച് വെച്ചേക്കാണ്. ചേട്ടൻ ഇവിടെ നിന്ന് വിളഞ്ഞ ചക്കയൊക്കെ പറിക്കുക. ഇത് വിളഞ്ഞതാ? അതെങ്ങനെ അറിയാൻ പറ്റും ചേട്ടന്? ആണോ? അങ്ങനെയുണ്ടോ സംഭവം? വെള്ളം അരക്കും വെള്ളം നല്ല വളഞ്ഞ് ഇതുപോലെ വെള്ളം ഇങ്ങനെ വരും അല്ലേ? താങ്ക് യു ചേട്ടാ. അരക്ക് വീഴാതെ ഇത് പഴിപ്പിക്കാവോ? ഏത്? ഇത് കൊടുത്തു. ഇത് പഴിപ്പിക്കാൻ പറ്റുമോ? ഇതും വളഞ്ഞാണ്, വേവിക്കാൻ കൊള്ളാം, വേവിക്കാനും പഴിപ്പിക്കാനും എല്ലാം കൊള്ളാം അല്ലേ? അപ്പൊ ഞങ്ങളിതേ ഇവിടെ വന്നു. നമ്മളുടെ ജോജി എന്ന് പറയുന്ന ഹിറ്റ് മൂവി, നമ്മുടെ എന്താണ്, ശ്യാം പുഷ്കർ, ദിലീഷ് പോത്തൻ, ഉണ്ണിമായനോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. വീട്ടിലാണ് അത് എല്ലാവരും കൂടെ തകർത്ത്, നമ്മുടെ കുട്ടപ്പൻ സണ്ണിച്ചേട്ടൻ എല്ലാവരും കൂടെ തകർത്ത് അഭിനയിച്ച മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ആദ്യം തന്നെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഐസക്കേട്ടനാണിത്. ഐസക്കേട്ടൻ നമ്മളിവിടെ മുഴുവൻ കൊണ്ടുവരുന്ന എല്ലാം വിവരിച്ച് തന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ മോൻ്റെ മാരേജ് ആണല്ലേ, അടുത്ത മാസം മാരേജ് ആണ്. അപ്പോൾ അതെല്ലാം നന്നായി നടക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളാം. നമുക്ക് നല്ല സുന്ദരമായിട്ട് എല്ലാം കൊണ്ടുനടന്ന് കാണിച്ചു തന്നൊരു മനുഷ്യനാണ്. ചേച്ചി ഇവിടെ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഈ ചേച്ചിനെയും കൂടെ നമുക്ക് പരിചയപ്പെടുത്തായിരുന്നു അല്ലേ. അപ്പം ഞങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ടേക്ക് കെയർ, ബൈ. മൂവിയിലേക്ക് പോയി കാണൂ കേട്ടോ. ഓക്കെ, ബൈ.